പിള്ളേരൊന്നും എണീച്ചിട്ടില്ലാന്ന് തോന്നണം. ഹാ, ഒന്നിൻ്റെ ഒച്ചയും ബഹളമൊന്നും കേൾക്കുന്നില്ലല്ലോ. അല്ല ഏട്ടാ, അപ്പോൾ നമ്മുടെ മോനല്ലേ? എന്താ നിന്റെ കണ്ണടിച്ചു പോയോ? അവനല്ലേ കുറച്ച് ദിവസം മുമ്പ് വിളിച്ചപ്പോ പറഞ്ഞത് വരില്ല, അവന് തിരക്കാണെന്നൊക്കെ. ഇല്ല ഏട്ടാ, എനിക്ക് കണ്ടാ മനസ്സിലായില്ല എൻ്റെ കൊച്ചിനെ. അത് നമ്മുടെ ചിമ്മിയാ. You just a man up in myself. Oh, 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 oh. പണിയായ ഹായ് പപ്പ, ഹായ് മമ്മ, നിങ്ങളെന്തെവിടെ? ഞാനെന്തെവിടെ? നിങ്ങൾ തോന്നുന്നു നീ പോന്നടാ. അതപ്പ ഇന്നലെ വന്നുള്ളൂ. എന്നിട്ട് നീ കുറച്ച് ദിവസം മുമ്പ് വിളിച്ചപ്പോൾ വരില്ല എന്നുള്ള പറഞ്ഞത്. ഇപ്പം എന്താ? എടേ എന്താടാ നീ ഒരുമാതിരി പ്രതിനെ ചോദ്യം ചെയ്യണോലെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്? വീട്ടിൽ അവൻ വേണമെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ വല്ല കാണാനായിട്ട് ഇതൊക്കെ വന്നപ്പോൾ വല്ല വന്നായിരിക്കും. നീ എന്താണ് ഇങ്ങനെയൊക്കെ ചോദ്യം ചെയ്യണേ? ചോദിക്കുമ്പോൾ ലുക്കാസ് സോ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമായിരുന്നല്ലേ? അപ്പം ഇതൊക്കെ അറിയാതിരുന്ന ഞങ്ങളാണ് പൊട്ടന്മാർ. അതുകൊണ്ടാണ് നിങ്ങൾ ഈ നാടകങ്ങളൊക്കെ നടത്തിയത് അല്ലേ? ഈ ഒളിച്ചോട്ട് നാടകങ്ങളൊക്കെ. അത് മാരേജ് ചെയ്യാനേ. ലൂക്കാസ്, നിനക്കെങ്കിലും പറയായിരുന്നല്ലോ. അവനെയും പറയില്ല. നിനക്കെങ്കിലും പറയായിരുന്നല്ലോ. ഞങ്ങൾ നിങ്ങളുടെ കല്യാണമെങ്കിലും നടത്തി തന്നതാണല്ലോ. ഞാൻ എല്ലാവരോടും പറഞ്ഞല്ലേ മമ്മ, എനിക്ക് കഴിക്കാൻ പറ്റില്ല. എനിക്ക് ഇഷ്ടമാണ്, നിനക്ക് ചിമ്മിന് ഇഷ്ടമാണെന്നാണോ നീ പറഞ്ഞത്? എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല എന്നല്ലേ പറഞ്ഞത്? എനിക്ക് ഇഷ്ടമാണെന്ന് നീ എപ്പോഴേലും പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾ എത്ര പ്രാവശ്യം ചോദിച്ചാൽ നിനക്ക് വേറെ ആരെങ്കിലും ഉണ്ടോ, ഇഷ്ടമുണ്ടോ, എനിക്ക് കല്യാണം സമ്മതിക്കാൻ പറ്റുമോ? അങ്ങനെ ചോദിച്ചപ്പോൾ ആരുമില്ല. എന്നിട്ട് ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ ചോദിച്ചോ നിനക്ക് ആരെങ്കിലും ഇഷ്ടമാണോ? നിങ്ങൾ കാരണം, പിന്നെ രണ്ടും കാരണം ഇപ്പോൾ ലീയുടെ ജീവിതമല്ലേ ഇങ്ങനെയായത്. ഞങ്ങൾ അവളെ കുറേ ഫോഴ്സ് ആക്കിയിട്ടല്ലേ ചെയ്യുന്നത് കൊണ്ട് മാരേജ് ചെയ്യിച്ചത്. എനിക്കൊക്കെ എനിക്കൊന്നും പറയില്ല. ഭയങ്കര ഫോഴ്സ് ചെയ്യിച്ചോണ്ടല്ലേ ഇപ്പൊ പോയി ശ്രദ്ധിച്ചോണ്ടിരിക്കുന്ന കൊച്ച്. എന്തായാലും മോളെ, എന്തൊക്കെ ഞാൻ ഇന്നലെ കഴിച്ചത് പിടിച്ചില്ലാന്ന് തോന്നണം. അതായിരിക്കും. അല്ല, എന്തായാലും ഹോസ്പിറ്റലിൽ പോയി നോക്കാം. അതിൻ്റെ ഒന്നും ആവശ്യം. ഓക്കെ, ലിയയുടെ ബന്ധുക്കൾ ആരൊക്കെയാണ്? അതെന്താ, ഡോക്ടറിനെ ഞങ്ങൾ കണ്ടിട്ട് മനുഷ്യന്മാരായിട്ട് തോന്നുന്നില്ലേ? ലിയയുടെ ഹസ്ബൻഡ് ആരാണ്? ഞാനാ ഡോക്ടർ. എന്തൊക്കെയൊക്കെ? ഓക്കെ, എനിക്ക് തന്നോടാണ് പറയാനുള്ളത്. അതെന്താ അവനോട് മാത്രം പറയാനുള്ളത്? ഞങ്ങളോട് പറഞ്ഞാൽ എന്താ ഡോക്ടർക്ക് പറയാൻ പറ്റില്ലേ? എന്താണ് കുടുംബക്കാർ മൊത്തം ഇങ്ങനെ? എൻ്റെ പൊന്നു ഞാൻ പറയട്ടെ. ഡോക്ടർ പറ, അതല്ലേ ഞങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. കൺഗ്രാറ്റ്സ്. അതെന്തിനാ? അല്ല, മിണ്ടായിരുന്നതിനാണോ? ജിമ്മി, സോറി പാപ്പ. ഡോക്ടർ, യു കണ്ടിന്യൂ. ലിയ, എൻ്റെ പൊന്നു ഡോക്ടറെ, ഇത്രയും വലിച്ചായിട്ട് കഷ്ടപ്പെടണ്ട. എന്താന്ന് വെച്ചാൽ കാര്യം പറയൂ. എൻ്റെ പൊന്നു, ലിയ പ്രഗ്നന്റ് ആണ്, അതാണ് എനിക്ക് പറയാനുള്ളത്. അത്ര ഉണ്ടായുള്ളൂ. എന്താണ് ഡോക്ടർ? യെസ്, കീറി കാണേണ്ടവർക്ക് കാണാം. എൻ്റെ പൊന്നു, ഈ കുടുംബക്കാർക്കൂടെ ഭയങ്കര ഫോഴ്സ്ഡായി പോയി അല്ലേ മാരേജ്? അതെ ജേ, ഞാൻ കയറി കണ്ടിട്ടാ. ലിയ, thanks baby, and I love you. I love you more, Jay. രണ്ടിന്റെ സ്നേഹം കഴിഞ്ഞെങ്കിൽ പോവാം. എന്റെ പൊന്നിലി അവളോട് തുടങ്ങി നിൽക്കുക. ഇങ്ങനെ നോടല്ലേ എന്റെ പെണ്ണെ. അല്ല, തിരുമേനിക്കത് കൊടുക്കണ്ടേ? അത് വേറെ ആരെയും കൊടുത്തോളൂ. നീ വല്ലയിടത്ത് അടങ്ങിയിരിക്കും പെണ്ണെ.
പെൺകുട്ടി പ്രഗ്നന്റ് അല്ലേ? പ്രഗ്നന്റ് ആയാലും ഇപ്പൊ നമുക്കെന്താ ലിയ 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 എന്തു എവിടെയിലിരിക്കടങ്ങി? ഇതിപ്പോ നിന്റെ റിയാക്ഷൻ കണ്ടു കഴിഞ്ഞാല് ആദ്യമായിട്ട് പ്രഗ്നന്റ് ആയിട്ട് ലേബർ റൂമിൽ കിടക്കണ പെണ്ണുപിള്ളേന് നിന്റെ നല്ലത്. തമ്മ ഉണ്ടായിക്കണത് നല്ലത്, അല്ലെങ്കിൽ അവന്റെ കൈ തന്നെ മേത്തിരിക്കും. എന്തിനാ വെറുതെ അച്ഛനെ തളിച്ച മുന്ന് പറയിക്കണം. ശരിയാ, വളരെ വളരെ ശരിയാ. ഞാൻ എന്താണോ ഇതാദ്യം ചിന്തിക്കാതിരുന്നത്. മിസ്സസ് ജെയ്ഡിന്റെ ഹസ്ബൻഡ് ആരും ശരിയാ, ലിയനെ പോലെ തന്നെ ഇരിക്കുന്നു. ഹെൽത്ത് അമ്പസീനെ പോലെ ആയിരിക്കും മേ ബി. കുഞ്ഞുത്ത കൊണ്ടല്ലല്ലോ ഇവിടെ കല്യാണത്തിന്. എന്നാ പിന്നെ കുട്ടികളൊക്കെ വീട്ടിൽ പോകട്ടല്ലോ. ഞാൻ നിന്നോളാം പപ്പാ, നിങ്ങളെല്ലാവരും വീട്ടിൽ പോയിക്കോ. എന്തായാലും ഇതിൻ്റെ ഇഷ്ടം പോലെ നമുക്കെന്തായാലും പോരാ. വീട്ടിൽ വരുമല്ലോ. എന്തായാലും ഉണ്ടെങ്കിൽ വിളിക്കട്ടെ ചെയ്യും. ഞാൻ വിളിക്കാം. ഓക്കെ. എന്തായി? എത്ര നാളായി ഇങ്ങനെ കിട്ടിയിട്ട്. எப்படி வந்தாயோ என்னையும் கொண்டாயோ கேளாமலே கையில் வந்து கட்டி தங்கோ நீ தள்ளாமலே தள்ளாடுற நானே மீண்டும் மனோ மிஞ்சிடுதே என்னிடத்தில் தானே. സമ്മതിക്കില്ല ലേഡി. ഇല്ല ഇല്ല. ഹലോ, ആരും ഇവിടെയാണോ? ആരിത്? ചിമ്മി പപ്പയുടെ ഇച്ചൂസോ? ഓ, ചിമ്മി പപ്പനെ കിട്ടിയ പിന്നെ എന്നാ വേണ്ട ലിച്ചൂസിന്? ആര് പറഞ്ഞു എന്നെ ലൊക്കശനെ വേണ്ടാന്ന്? ഞാൻ പറഞ്ഞു ഇല്ലല്ലോ, എനിക്കെല്ലാരും വേണം, എല്ലാരും വേണം എനിക്ക്. അല്ല, നിങ്ങളല്ലാണ്ട് ഇങ്ങോട്ട് എല്ലാം വെറുതെ ഇറങ്ങിയാണ്. കുറെ ആയില്ലേ വന്നിട്ട്. എന്തായാലും വാ. അല്ല ചിയമ്മ, ചിയമ്മയുടെ വയലില് ബേബി എന്ന് പറഞ്ഞല്ലോ ചിമിച്ചാൻ. കുറച്ചുകൂടി കഴിയുമ്പോ ബേബി വരും കേട്ടോ. ശരിക്കും എൻ്റെ ഒപ്പം കളിച്ചാൽ വരോ ബേബി? ഓ, എൻ്റെ ഇച്ചൂസിൻ്റെ ഒപ്പമല്ല, പിന്നെ ആട്ടൊപ്പം ബേബി കളിക്കാം. പപ്പ, ഞാൻ ഇന്ന് കുഞ്ഞാടൊപ്പം കിടന്നോട്ടെ പപ്പ, പ്ലീസ്. ഓ, പിന്നെ കിടന്നു. സന്തോഷമുള്ളൂ എനിക്ക്. ഞാനില്ല പറഞ്ഞ എൻ്റെ മമ്മേനെ വേദനിപ്പിക്കരുത്. എന്തുവാടാ ജെ, കുഞ്ഞിൻ്റെ ഒന്നുമില്ല. ശരിയെന്നാ, ഗുഡ് നൈറ്റ് മമ്മ, ഗുഡ് നൈറ്റ് പപ്പ, ഗുഡ് നൈറ്റ് ദേവി. ഗുഡ് നൈറ്റ് ഭാവി. കേട്ടോ, ഞാൻ ആലോചിക്കുമായിരുന്നു എന്താ വരാത്തേന്ന്. കുറച്ച് ലക്ഷം പണിയുണ്ടായി, അത് തീർക്കാൻ പോയത്. Can we start, baby?
എന്നിട്ടോ എന്തേ അത് ഇപ്പം നിൽക്കണോ? I love you, my daddy. I love you more, my sweetie. Bye. പോയാലോ? എന്തായാലും ഒരു വീട്ടിലെടുക്കുന്നു ബാക്കിയോ പ്ലീസ് ഞങ്ങളൊന്ന് വിടുമോ? നോ. എത്ര നാളായി ഞങ്ങളൊന്ന് ഇത് പറയോ പ്ലീസ്? നിങ്ങളൊരു 5-6 വർഷമായിട്ടല്ലോ. എന്താ ഇവിടെ? ഞങ്ങൾ എന്തിനാ എന്താ ചെയ്തിട്ട് ഞങ്ങളെ വിട്ടൂടെ പ്ലീസ്? അതിന് തന്നെ ഞങ്ങൾ വന്നത്. ഞങ്ങൾക്കറിയാതെ ആ കുട്ടീനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു. ഞങ്ങൾക്ക് ആരെയും കുറിച്ച് പറയില്ല. സോറി, 5 വർഷമായത് ഞങ്ങളിവിടെ. ഞങ്ങൾക്ക് പ്രോസസ് സഹിക്കാൻ പറ്റുന്നില്ല. പ്ലീസ് പ്ലീസ്. ഇനി വേറെ ആരെയും കുറിച്ച് പറയാൻ നിങ്ങൾക്ക് ജീവനുണ്ടായിട്ട് വേണ്ടേ? അങ്ങനെ പറയരുത്. ആരാ നീ ചെയ്തോ? എന്തിനാണ് തെറ്റിക്കുന്നത്? ഓക്കെ? No, please.